ഹായ് ഗൈസ്, വെൽക്കം ടു vnshinemedia. vnshinemedia പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് സ്മെല്ലായിട്ടുള്ള ഫുഡ് ഐറ്റം. അത്രയും വൃത്തികെട്ട സ്മെല്ലുള്ള എങ്ങനെ കഴിക്കാന്നില്ല നിങ്ങൾ ആലോചിക്കുന്നത്. അതിന് ഒരു ചരിത്രം തന്നെ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. 16-ാം നൂറ്റാണ്ട് മുതൽ സ്വീഡിഷ് പാചക രീതിയിൽ പരമ്പരാഗതമായി ലഘുവായി ഉപ്പിട്ട് സൂക്ഷിച്ച ബാൾട്ടിക് കടൽമത്തിയാണ് സസ്ട്രോമിംഗ്. കിഴക്കൻ കടലിൽ കാണപ്പെടുന്ന അറ്റ്ലാന്റിക് മത്തിയേക്കാൾ ചെറുതാണ് സ്വീഡിഷ് ഭാഷയിൽ അറിയപ്പെടുന്ന സസ്ട്രോമിംഗ് എന്ന ബാൾട്ടിക് മത്തി. 16-ാം നൂറ്റാണ്ടിൽ സ്വീഡിഷ് നാവികർ കടലിൽ പോകുമ്പോൾ ഭക്ഷണത്തിനായി അവർ കൊണ്ടുപോയിരുന്നത് ഉപ്പിട്ട് ഉണക്കിയ മാംസവും മത്സ്യവുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ കയ്യിലുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം തീർന്നു. ആകെ ഉണ്ടായിരുന്നത് അവർ ബാരലിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് മത്തി മാത്രമാണ്. അതാണെങ്കിൽ വെള്ളം കയറി ചീഞ്ഞിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ അതെടുത്ത് കഴിച്ചു. എന്നാൽ വിശപ്പ് കാരണം അതിന്റെ ദുർഗന്ധം അവരെ അലട്ടിയിരുന്നില്ല. എല്ലാവർക്കും അത് വളരെ രുചികരമായി തോന്നി. ചിലപ്പോൾ വിശപ്പ് കൊണ്ടാവാം. ഇനി അടുത്തതായി നമുക്ക് ഇതിന്റെ രുചിയെ പറ്റി. സ്വീഡിഷുകാരുടെ അഭിപ്രായത്തിൽ അതിൽ നിന്നും വരുന്ന ദുർഗന്ധത്തെക്കാൾ അതിന്റെ രുചി വളരെ വ്യത്യസ്തമാണ്. ഇളം ഉപ്പുരസമാണ് ഈ ഒരു പ്രൊഡക്റ്റിനുള്ളത്. സ്വീഡിഷുകാർ നീല ചീസും കൂട്ടിയാണ് ഇത് ആസ്വദിക്കാറ്. നീല ചീസ് എന്നാൽ പഴക്കം ചെന്ന ചീസ് തന്നെ. എന്നാലും സ്വീഡിഷുകാർക്ക് ഇത് നല്ല അടിപൊളി വിഭവമാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാന്നാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പലരും പുറത്ത് വെച്ച് ഓപ്പൺ ചെയ്യുന്ന കാണിക്കുന്നത്. എന്നാൽ അതിന്റെ ശരിയായ രീതി, ഈ പ്രൊഡക്റ്റിന്റെ ടീം പറഞ്ഞിരിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ യൂട്യൂബ് കണ്ടിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. അതെങ്ങനെയെന്നാൽ ആദ്യം നമ്മൾ ആ പ്രൊഡക്റ്റ് പുറത്തേക്ക് കൊണ്ടുവരണം. ഒരു കാരണവശാലും റൂമെന്ന് പൊട്ടിക്കുകയോ ചെയ്യരുത്. പുറത്ത് ഫ്രഷ് എയർ ഉള്ള ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കണം. അങ്ങനെ ഈ വെള്ളത്തിലേക്ക് ഈ ബോട്ടിൽ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് ക്യാൻ ഓപ്പണർ ഉപയോഗിച്ച് ആണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. അതെന്തെന്നാൽ ഇതിൽ നിന്നും വരുന്ന ആ ഫൗൾ സ്മെല്ല്, പലർക്കും അസഹനീയമായ സ്മെല്ലാണ് അതിൽ നിന്ന് വരിക. അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ നിന്ന് തുറക്കുമ്പോൾ അത് വായുവിലേക്ക് സ്പ്രെഡ് ആവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. മാത്രമല്ല ഇതിന്റെ ഉപ്പിന്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞു കിട്ടും. അങ്ങനെ നമുക്ക് ആ ആദ്യത്തെ മത്തികൾ എടുത്ത് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതിലൊരു സംഭവമുള്ള, ഈ മത്തികളൊന്നും വേവിച്ചതല്ല കേട്ടോ. പറഞ്ഞല്ലോ ഉപ്പിട്ട് വെച്ചു എന്നുള്ളൂ. എന്നാൽ അത് ഉപ്പിട്ട് ഉണങ്ങിയതുമല്ല, ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞതാണ്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഗൂഗിളിലും യൂട്യൂബിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള സസ്ട്രോമിംഗ് ഒരു ആയുധമായി യൂസ് ചെയ്യാറുണ്ടോ എന്നാണ്. സസ്ട്രോമിംഗ് ഒരു തീവ്രവാദ ആയുധമൊന്നും അല്ലെങ്കിലും സ്വീഡിഷിന്റെ ഹിസ്റ്ററി അനുസരിച്ച് പതിറ്റാണ്ടുകളായി സ്കൂൾ കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് മുറികളിൽ ഈ ഒരു മത്സ്യത്തിന്റെ ടിന്ന് ഓപ്പൺ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം ഒരു വർഷത്തിൽ 25ഓളം സ്കൂളുകളാണ് അവിടെ അനുഭവിച്ചിരുന്നത്. ഇത്രയുമാണ് സസ്ട്രോമിങ്ങിനെ പറ്റിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്. അപ്പൊ എങ്ങനെ, കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും